ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നും ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അത് വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലോട്ട് പോവാം. കിച്ചണിൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കി ഫ്ലാസ്കിൽ വെക്കുകയാണ്. നമുക്ക് എപ്പോഴും കിച്ചണിൽ ആവശ്യം വരുന്നൊരു കാര്യമാണല്ലേ, തിളച്ച വെള്ളം. കുക്കിങ്ങിനാണെങ്കിലും ബാക്കി വേറെ കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് ചൂടുവെള്ളം എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇനി വെള്ളം എളുപ്പത്തിൽ വീണ്ടും ചൂടാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ കുടിക്കാനായിട്ടൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ചെറുനാരങ്ങയും തേനും ചെറിയ ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡീറ്റോക്സ് ഡ്രിങ്ക്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ ചെറുനാരങ്ങയൊക്കെ കൊണ്ടുവന്ന് പിഴിഞ്ഞെടുത്തു. പാകത്തിനുള്ള ചൂടുള്ള വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ, ഓൾമോസ്റ്റ് ടേബിൾ സ്പൂൺ ഹണിയും ആഡ് ചെയ്ത് ചൂടുവെള്ളം മിക്സ് ചെയ്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് നല്ല നാടൻ ചെറുതേനാണ് കേട്ടോ, വയനാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നല്ല തേനാണ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡീറ്റോക്സ് ഡ്രിങ്കുമായിട്ട് നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡ്രിങ്ക് ഞാൻ കുറേ മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഇഫക്റ്റീവായിട്ടാണ് തോന്നിയത്. നല്ലൊരു റിഫ്രഷിങ് ഫീലിംഗ് ആണ് ഈ ചെറുനാരങ്ങ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുമ്പോഴത്തേനും. പക്ഷേ ആകെയുള്ളത് നമ്മൾ അപ്പം തന്നെ പോയി വായ നന്നായിട്ട് കഴുകണം. കാരണം ഈ ലെമൺ പല്ലിന് അത്ര നല്ലതല്ല. അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ കൂടിയും അത് നമ്മുടെ ഇനാമിലൊക്കെ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ പോയി വായൊക്കെ ഒന്ന് കഴുകിയേക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ജിഞ്ചറോ സിനമൺ പൗഡറോ എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്ന് ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് ഒന്ന് വേഗം കുടിച്ചിട്ട് വരാം. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റിലാക്സ്ഡ് ആയിരുന്നു. കാരണം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല, ധൃതിയൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ മോളില്ല, മോൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ മോനുണ്ട്, മോൻ പയ്യെ എണീറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മോന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും മട്ടൻ കറിയുമാണ്. അപ്പോൾ മട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഹസ്ബൻഡിന് എന്തായാലും പുട്ടും പഴവും മതി. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ട് നനച്ചെടുത്ത് പുട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അവന് പുട്ടിനകത്ത് തേങ്ങയും ഇഷ്ടമല്ല. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ പുട്ട് റെഡിയാക്കുമ്പോൾ തേങ്ങയില്ലാതെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം തേങ്ങയില്ലാത്ത പുട്ട് ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുട്ട് ഞാൻ എപ്പോഴും ഇൻഡക്ഷൻ കുക്കർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ ഇൻഡക്ഷൻ സ്റ്റൗ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നല്ല പെട്ടെന്ന് ആവി കയറി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ സ്റ്റൗവിൽ വെക്കുമ്പോൾ. നമ്മുടെ അടുപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ ബർണറുള്ള ആയതുകൊണ്ട് അതിനകത്ത് എന്തോ എനിക്ക് ഒട്ടും കറക്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യണമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് വന്നിരുന്നു. അത് ഞാൻ ആക്ച്വലി വിട്ടുപോയി. അപ്പോൾ ഇനിയുള്ള ഒരു വ്ളോഗിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ പുട്ടൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ പുട്ട് ഇങ്ങനെ കുത്തിയിടുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ പുട്ട് അങ്ങനെ വീഴുന്നത് കാണാൻ. അടുത്തത് നമുക്ക് തേങ്ങ ഇട്ട് തന്നെ പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തേങ്ങ ഇട്ടിട്ടുള്ള പുട്ട് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ചിരട്ടപ്പുട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ചിരട്ട ഷേപ്പിലുള്ള പുട്ടുകുറ്റിയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഇതില്ലേ, അപ്പം അതല്ലെങ്കിൽ പിന്നെ ചിരട്ട നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ചിരട്ടയിൽ പുട്ടുണ്ടാക്കുന്നത് നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അതെങ്ങനെയും എപ്പോഴേലും ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ട്. അപ്പോൾ വേഗം തേങ്ങ ഇട്ടിട്ടുള്ള പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഓട്സ് പുട്ട് നനച്ചതും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ പുട്ടിൻ്റെ ഹാഫ് കുറ്റി ഞാൻ ഓട്സ് പുട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓട്സ് പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 വെറൈറ്റി പുട്ട് അല്ലേ, തേങ്ങയില്ലാത്ത പുട്ട്, തേങ്ങയുള്ള പുട്ട്, തേങ്ങയുള്ള ഓട്സ് പുട്ട്. ഇനി നമുക്ക് വേഗം 2 കപ്പ് ചായയും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചായ ഞാൻ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇഞ്ചി ചതച്ചിട്ടിട്ട് ഉണ്ടാക്കും. പിന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ടീ മസാല അത് ഇട്ട് റെഡിയാക്കാറുണ്ട്. പിന്നെ ചില ദിവസം ഗ്രാമ്പൂ, ചില ദിവസം ഏലക്ക. അപ്പോൾ ഇന്ന് ഞാൻ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സിനമൺ. അപ്പോൾ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ടാലറിയാം സിനമൺ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. മിക്ക റെസിപ്സിലും സിനമൺ ചേർക്കാൻ പറ്റാവുന്ന ഏത് കാര്യത്തിലും ഞാൻ സിനമൺ ഒന്ന് ആഡ് ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ സിനമണിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ടീ സിനമൺ ചേർത്തിട്ടുള്ള ടീയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ മിൻറ്റ് ലീവ്സും ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ പല വെറൈറ്റിയിലുള്ള ചായകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോഴും ഇടയ്ക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ്, ലെമൺ ഇതെല്ലാം ചേർക്കാറുണ്ട്. മൊത്തത്തിൽ ചായ നമ്മുടെ ഒരു വീക്ക്നെസ്സാണെന്ന് പറയാം കേട്ടോ. ഇതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ടീ ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. ഇത് നമ്മൾ മൂന്നാർ പോയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചോക്ലേറ്റ് ടീ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും അതൊന്ന് തയ്യാറാക്കി നോക്കണമെന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിനമൺ ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി റെഡിയായാൽ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ദേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 2 തരത്തിലുള്ള പുട്ടും മട്ടൻ കറിയും പഴവും. അപ്പോൾ ഞങ്ങൾ പഴം കൂട്ടി കഴിച്ചു. മോൻ എഴുന്നേറ്റ് ഇച്ചിരി കഴിഞ്ഞ് മട്ടൻ കറിയും കൂട്ടി കഴിച്ചു. അപ്പോൾ ഞാൻ ചായയുടെ കൂടെ അന്നത്തെ രാവിലത്തെ പേപ്പറും കൂടി വായിക്കുക കേട്ടോ. അതെൻ്റെ ഒരു ഹാബിറ്റാണ്, ചായ കുടിക്കുമ്പോൾ അന്ന് രാവിലത്തെ പേപ്പർ വായിക്കുക എന്നുള്ളത്. അപ്പോൾ വേഗം ചായ കുടിക്കട്ടെ. അപ്പോൾ മോൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ടി വി കാണാനിരുന്നു. കുട്ടികൾക്ക് ഇവിടെ സാറ്റർഡേ സൺഡേ ആണ് ടി വി അലൗഡ് ആയിട്ടുള്ളത്. മൺഡേ ടു ഫ്രൈഡേ കാണിക്കാറില്ല. പക്ഷെ മോൻ താഴെ കളിക്കാൻ പോകുന്ന സമയത്ത് ടി വി കാണാറുണ്ട് കേട്ടോ. അത് അവനറിയാണ്ട കാര്യം. അവൾക്ക് കളിക്കാൻ കുട്ടികളൊന്നുമില്ല, ഗേൾസൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. ബോയ്സ് ഇഷ്ടം പോലെ ഇവിടെ താഴെ ഇറങ്ങി കളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസിൻ്റെ പുറത്ത് അവൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും. പക്ഷേ മോന് സാറ്റർഡേ ആൻഡ് സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ് പരിപാടികളിലോട്ട് കടക്കാം. അപ്പോൾ പാത്രങ്ങളെല്ലാം തന്നെ ഞാനെടുത്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് സിങ്കിൽ ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തു. അപ്പോൾ പാത്രം കഴുകിക്കഴിഞ്ഞ് കിച്ചണൊന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്തിടാമെന്ന് വെച്ചു. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ക്ലീനിങ് ലിക്വിഡാട്ടോ. അപ്പം ഒന്നുമില്ല, അതിനകത്ത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും വിനീഗറും പിന്നെ ബേക്കിംഗ് സോഡയും കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഈ സ്പ്രേ ബോട്ടിലിൽ മിക്സ് ചെയ്തെടുത്തു. അപ്പം നല്ല എളുപ്പമായിട്ട് തോന്നി. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും പാത്രത്തിലൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും സ്പ്രേ ബോട്ടിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് പെട്ടെന്ന് വൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആരെങ്കിലും ചെയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഭയങ്കര ഈസി ആയിട്ട് തോന്നി ക്ലീനിങ്. നമ്മൾ ആ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൗണ്ടർ
തുടയ്ക്കുന്ന സമയത്ത് ആ എണ്ണയൊക്കെ തെറിക്കുന്ന ബാക്ക് സ്പ്ലാഷ് ആ ഏരിയയില്ലേ അവിടെയും കൂടി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുക. കാരണം അവിടെയൊക്കെ എന്തായാലും കുറച്ച് ഓയിലും കാര്യങ്ങളും ഫുഡ് ഐറ്റംസും എല്ലാം കിടപ്പുണ്ടാവും. അപ്പോൾ അവിടെയും കൂടി നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കിങ്ങും ഈസി കുക്കിങ്ങും നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു കിച്ചണും ഉണ്ടായാൽ തന്നെ നമ്മുടെ മനസ്സ് നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കുക്കിങ്ങും ക്ലീനിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് സൺഡേ. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു കഴിഞ്ഞ സൺഡേ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് രാവിലത്തെ വിശേഷങ്ങൾ. പക്ഷേ വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയും ഉണ്ട് വിശേഷങ്ങൾ. നല്ലൊരു അടിപൊളി ചിക്കൻ കറി, ഒരു സൂപ്പർ ഈസി ടേസ്റ്റി ബ്രെഡ് പുഡിംഗ്, ഇതെല്ലാം ഇനിയും അടുത്ത വരുന്ന വ്ളോഗിൽ വരുന്നുണ്ട്. അപ്പോൾ അതാരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. അതുവരെ